സമയമപ്പോൾ ഏറെ വൈകിയിരുന്നു. നിശ്ചിത സമയം അവസാനിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം. 10 പേരായി ചുരുങ്ങിയ അത്ലറ്റിക്കോക്കെതിരെ ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും ബാഴ്സ സ്വപ്നം കണ്ടിരുന്നില്ല. പക്ഷേ മറുവശത്തുള്ളത് ഡിയേഗോ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡാണ്. ലോ ബ്ലോക്കിന് പേര് കേട്ടവർ. ആദ്യ പകുതിയിൽ ഒരു ചുവപ്പ് കാർഡ് കൂടി കണ്ടതോടെ സിമിയോണി തൻ്റെ വാതിലുകളെല്ലാം കൊട്ടിയടിച്ചിരുന്നു. കളി പൂർണ്ണമായും വരുതിയിലെങ്കിലും അത്ലറ്റിക്കോയുടെ കോട്ട തുളക്കുന്നൊരു നിമിഷത്തിനായി കറ്റാലന്മാർ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ഫ്ലിക്കിൻ്റെയും കാറ്റലോണിയക്കാരുടെയും പ്രാർത്ഥനകളെല്ലാം ഫലിക്കുന്നു. മെട്രോപൊളിറ്റാനോ സംഭവിക്കരുതെന്ന് കരുതിയതെന്തോ അതുതന്നെ നടക്കുന്നു. ബോക്സിൻ്റെ ഇടതുവശത്തു നിന്നും ജാവോ കാൻസലോ തൊടുത്ത ഷോട്ട് അത്ലറ്റിക്കോ ഗോൾ കീപ്പർ യുവാൻ മൂസോ തടുത്തിട്ടെങ്കിലും തൊട്ടുമുന്നിൽ റോബർട്ട് ലെവൻഡോസ്കി ഉണ്ടായിരുന്നു. പന്ത് വരുന്ന അതേ വേഗതയിൽ ലെവൻഡോസ്കിയുടെ ഇടതു നെഞ്ചിൽ തട്ടി പന്ത് പോസ്റ്റിലേക്ക്. ഭാഗ്യത്തിൻ്റെ കൂടി അകമ്പടിയിൽ ബാഴ്സയ്ക്ക് ആവേശജയം. പക്ഷേ ബാഴ്സ ആരാധകർക്ക് അത് വെറുമൊരു ഭാഗ്യ ഗോൾ മാത്രമായിരുന്നില്ല. മെട്രോപൊളിറ്റാനയിൽ കയറിയുള്ള ഈ വിജയത്തിന് വല്ലാത്ത മധുരമുണ്ടെന്ന് അവർ കരുതുന്നു. കാരണം ഇതേ സ്റ്റേഡിയത്തിലിട്ട് അത്ലറ്റിക്കോ 4 ഗോളിൻ്റെ ഹ്യൂമിലിയേഷൻ തന്നിട്ട് അധികകാലമായിട്ടില്ല. ക്യാമ്പ് നോവിൽ ബാഴ്സ അതിന് തിരിച്ചടിച്ചെങ്കിലും അന്തിമ വിജയം അത്ലറ്റിക്കോക്കൊപ്പം തന്നെ നിന്നു. കൂടെ ബാഴ്സയുടെ കംബാക്ക് ആർഗ്യുമെൻറ്റുകളും അത്ലറ്റിക്കോയുടെ പരിഹാസങ്ങളുമെല്ലാം മത്സരത്തിന് പതിവിലധികം വീര്യം നൽകിയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം നിർണായകമായ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ കോർക്കേണ്ടതും ഇതേ ടീമുകൾ തന്നെയാണ്. പക്ഷേ അത്ലറ്റിക്കോക്കെതിരെ പന്ത് തട്ടുന്നതിന് മുമ്പ് തന്നെ ബാഴ്സയ്ക്ക് മയോർക്കയിൽ നിന്നും ഒരു ശുഭവാർത്ത കിട്ടിയിരുന്നു. മയോർക്കയിലെ നാടകീയ ദിവസം റയലിന് നൽകിയത് ഉറക്കമില്ലാത്ത രാത്രിയാണ്. അഥവാ മത്സരം വിജയിച്ചാൽ 7 പോയിൻറ്റുമായി ലാ ലീഗ ഏതാണ്ട് സീൽ ചെയ്യാനുള്ള ഗോൾഡൻ ചാൻസാണ് ബാഴ്സയ്ക്ക് മുന്നിലുണ്ടായിരുന്നത്. ഹാൻസി ഫ്ലിക്കിൻ്റെ ആക്രമണ ഫുട്ബോളും ഡിയേഗോ സിമിയോയുടെ തന്ത്രങ്ങളും തമ്മിലുള്ള പോരാട്ടമായി തന്നെയാണ് ഫുട്ബോൾ ലോകം ഇതിനെ വീക്ഷിച്ചത്. ഹൈലൈൻ ഡിഫൻസും അറ്റാക്കിംഗ് ഫുട്ബോളും തന്നെയായിരുന്നു ബാഴ്സലോണയുടെ തന്ത്രം. എതിരാളികളെ അവരുടെ പകുതിയിൽ ശ്വാസം മുട്ടിക്കുക എന്നതായിരുന്നു ബാഴ്സയുടെ ലക്ഷ്യം. എന്നാൽ സിമിയോണിയുടെ തന്ത്രങ്ങൾ വേറെയായിരുന്നു. ബാഴ്സയെപ്പോലെ പന്ത് കൈവശം വെക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുണ്ടായിരുന്ന സിമിയോണി ബാഴ്സയെ തൻ്റെ പകുതിയിലേക്ക് ക്ഷണിച്ചു വരുത്തി പ്രത്യാക്രമണത്തിലൂടെ തളയ്ക്കാനാണ് ശ്രമിച്ചത്. പന്ത് കിട്ടിയാലുടൻ ബാഴ്സയുടെ ഹൈലൈൻ ഡിഫൻസിന് പിന്നിലേക്ക് പന്തെത്തിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കൊണ്ടും കൊടുത്തുമാണ് മത്സരം തുടങ്ങിയത്. ഇരു ടീമുകൾക്കും ഒരുപോലെ അവസരങ്ങൾ കിട്ടി. പ്രതീക്ഷിച്ച പോലെ ഒരു ഹൈ വോൾട്ടേജ് മാച്ച്. ഇരു ഗോൾ കീപ്പർമാർക്കും നെഞ്ചിടിച്ച എത്രയോ നീക്കങ്ങൾ. 35-ാം മിനിറ്റിൽ യമാലിൻ്റെ ഒരു ഷോട്ട് വുഡ് വർക്കിലിടിച്ചാണ് നിന്നത്. പക്ഷേ പിന്നാലെ അച്ഛൻ്റെ വിളി ജൂലിയാനോ സിമിയോണി കേട്ടു. ബാഴ്സയുടെ ഹൈലൈൻ ഡിഫൻസിൻ്റെ ദൗർബല്യമറിഞ്ഞ് ക്ലൈമൻ്റ് ലെങ്ങിലെ കൊടുത്ത ലോങ് പാസ് ഒളിപ്പോരാളിയെപ്പോലെ നിന്ന ജൂലിയാനോ റാഞ്ചിയെടുത്ത് ബാഴ്സ വലയിലേക്ക് തൊടുക്കുന്നു. അത്ലറ്റിക്കോ മത്സരത്തിൽ ആഗ്രഹിച്ച തുടക്കം. പക്ഷേ ഗോൾ വാങ്ങിയാലും പതർന്ന ശീലം പൊതുവെ ഹാൻസി ഫ്ലിക്കിനില്ലല്ലോ. വെറും 3 മിനിറ്റുകൾക്ക് ശേഷം അതിനുള്ള മറുപടി റാഷ്ഫോർഡ് നൽകുന്നു. റാഷ്ഫോർഡ് ഡാനി ഓൾമോ സഖ്യം സിമിയോണിയുടെ കോട്ട അനായാസം പൊളിച്ച നിമിഷം. വെറും 3 പാസുകൾ കൊണ്ടാണ് അവർ ഈ ഗോൾ നേടിയത്. മാർക്കസ് റാഷ്ഫോർഡിന് ബാഴ്സ ജേഴ്സിയിൽ എന്നും ഓർമ്മിക്കാവുന്ന ഗോളുകളിലൊന്നാണിത്. അതോടെ മത്സരത്തിൻ്റെ ചൂട് ഒന്നുകൂടി കൂടി. ആ ഹീറ്റിനിടെയാണ് 1-ാം പകുതിയുടെ അവസാന നിമിഷം ലെമീൻ യമാലിനെ ഫോൾ ചെയ്തതിന് നീക്കോ ഗോൺസാലസിന് ചുവപ്പ് കാർഡ് കിട്ടുന്നത്. 10 പേരായി ചുരുങ്ങിയ അത്ലറ്റിക്കോ എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അവർ അതുതന്നെയാണ് ചെയ്തത്. 2-ാം പകുതിയിൽ പന്ത് പൂർണ്ണമായും ബാഴ്സയുടെ കാലുകളിൽ. ഏത് വിധേനയും കോട്ടപ്പൊളിക്കാനുള്ള ബാഴ്സ ശ്രമങ്ങൾക്ക് മുന്നിൽ അത്ലറ്റിക്കോ ഗോൾ കീപ്പർ യുവാൻ മൂസോ പക്ഷേ വട്ടമിട്ട് നിന്നു. ഗോളെന്നുറപ്പിച്ച് എത്രയോ അവസരങ്ങളാണ് മൂസോ തട്ടിയകറ്റിയത്. പക്ഷേ മത്സരവിധിയെ തടുക്കാൻ മാത്രം അദ്ദേഹത്തിനായില്ല. 87-ാം മിനിറ്റിൽ ലെവൻഡോസ്കി കുറിച്ച ആ ഗോൾ അതുവരെ നടത്തിയ എല്ലാ ചെറുത്തുനിൽപ്പുകളെയും നിർവീര്യമാക്കി കളഞ്ഞു. മറുവശത്തെ റയലിന് മയോർക്ക് നൽകിയത് ഓർക്കാപ്പുറത്തൊരു അടിയാണ്. ചാമ്പ്യൻസ് ലീഗിൽ ബയേണിനെ നേരിടാനുള്ള ഒരുക്കത്തിലായിരുന്ന ലോസ് ബ്ലാങ്കോസിനെ റെലഗേഷൻ സോണിന് തൊട്ടുമുന്നിലുള്ള മയോർക്ക് വന്ന് അടിച്ചിടുന്ന ചിത്രം. സമനില കൊണ്ടെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതിയിരിക്കവെയാണ് വേദാത് മുരീക്കിയുടെ ആ ഷോട്ട് റയലിൻ്റെ ഹൃദയം തുളക്കുന്നത്. ഈ വേദന റയലിനെ മുന്നോട്ടുള്ള മത്സരങ്ങളിലും നീറ്റിക്കുമെന്നുറപ്പ്. റയലിനും ബാഴ്സയ്ക്കും ഇനി ബാക്കിയുള്ളത് 8 മത്സരങ്ങളാണ്. മെയ് 11-ന് ക്യാമ്പ് നോവിൽ നടക്കുന്ന എൽ ക്ലാസിക്കോ മത്സരവും ഇതിലുൾപ്പെടും. 8 മത്സരങ്ങൾ കൊണ്ട് 7 പോയിൻറ്റിൻ്റെ വ്യത്യാസം തിരിച്ചുപിടിക്കാൻ റയലിനാകുമോ? അങ്ങനെ സംഭവിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ വേണ്ടിവരും.